ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പവിത്രം പരമ്പരയുടെ ആദ്യത്തെ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടു നിർത്തിയിരിക്കുന്ന നമ്മുടെ വേദ ഒരു വഴിക്കും നമ്മുടെ വിക്രമിനെ GP കയറ്റി പോലീസുകാർ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സീനാണ് സീസൺ 1 നമ്മൾ കണ്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സീസൺ 2 നമ്മുടെ വേദ അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. കാരണം തനിക്കും തൻ്റെ കുഞ്ഞിൻ്റെയും ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൊണ്ട് തന്നെ വേദ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ്. പക്ഷേ എങ്ങോട്ട് പോകണമെന്നോ എവിടെ പോകണമെന്നോ വേദയ്ക്കറിയില്ല. ആ സമയത്താണ് ഡൽഹിക്ക് പോകാനുള്ളൊരു ട്രെയിൻ വരികയാണ്. അപ്പോൾ വേദ ഒരു നിമിഷം ആലോചിക്കുകയാണ്, തൻ്റെ ഒരു കൂട്ടുകാരി ശ്രേയ ഡൽഹിയിലുള്ള കാര്യം. എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് വേദ ഡൽഹിയിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് ശ്രേയയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രേയ വന്ന് നമ്മുടെ വേദേനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി ശ്രേയയുടെ റൂമിലോട്ട്, ശ്രേയ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, ഡൽഹിയിൽ തന്നെ ജോലിയാണ്. അപ്പം വേദയ്ക്ക് ഇനി വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്നത് ഇനി ശ്രേയയാണ് കേട്ടോ. അങ്ങനെ ശ്രേയ താമസിക്കുന്നിടത്ത് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് വേദയ്ക്ക് വേണ്ടുന്ന ആഹാരവും എല്ലാം എടുത്തു കൊടുത്തിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വേദ ഇവിടെ നടന്ന കാര്യങ്ങളും എൻ്റെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും സ്വന്തം ഏട്ടൻ തന്നെ തൻ്റെ ജീവിതം ഈ രീതിയിൽ അരച്ചലയ്ക്കുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഓർത്തിട്ട് സ്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകാന്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. സ്വന്തം കൂടപ്പിറപ്പാണെന്ന് കൂടി ആലോചിക്കാണ്ട് ശ്രീകാന്തിന് വേദയോടുള്ള ദേഷ്യം ഭയങ്കര ദേഷ്യമാണ്. കാരണം വേദയെ കണ്ടെത്തി വേദയെ കൊല്ലുക എന്ന ലക്ഷ്യം, സ്വന്തം കൂടപ്പിറപ്പാണെന്നുള്ള ആ ഒരു പരിഗണന പോലുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ പേടിച്ച് തന്നെയാണ് വേദ, ആ ഗർഭിണിയായിരുന്ന വേദ ഇത്രയും ദൂരത്തേക്ക് പോയത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഈ ശ്രേയ എന്ന് പറയുന്ന കൂട്ടുകാരി വേദയ്ക്ക് വേണ്ടിയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കി കൊടുക്കുന്നുണ്ട്. ശ്രേയ വേദയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ജോലിയൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് വേദ. അപ്പം ഒരു കോൾ സെൻറ്ററിലാണെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് അവർ 1-2 സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം വേദയുടെ ആ ഒരു ജീവിത കഥ കേട്ടിട്ട് ശ്രേയയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ് അല്ലേ. സ്വന്തം ഭർത്താവ് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ, അതും ഈ വേദ ഈ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ ഒരാൾ പോലും സഹായത്തിനില്ലാണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശ്രേയയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കേസായിരുന്നു കേട്ടോ. ഇതേ സമയത്ത് നമുക്ക് പുതിയൊരു ഇതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ തരുൺ, ഒരു SP ആണ്, അതുപോലെ രാധിക. അപ്പോൾ ഇവർ ഒരു ലൈഫ് എന്ന് പറയുന്ന രാധിക ഒരു അനാഥയായിട്ട് വളർന്ന പെൺകുട്ടിയാണ്. അപ്പോൾ തരുൺ രാധികയും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി തന്നെയാണ് തരുണിൻ്റെത്. തരുണിൻ്റെ അച്ഛൻ തരുൺ ജനിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ട ഒരാളാണ്, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ തരുണിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം രാധികേനെ ആണെങ്കിലും ഒരു മകളെ പോലെയാണ് തരുണിൻ്റെ അമ്മ സ്നേഹിക്കുന്നത്. അപ്പം രാധിക ഒരു 8 മാസം 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അവരൊരു ഷോപ്പിംഗ് മോളിൽ പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാധിക കുഞ്ഞുനാളിൽ കുറച്ച് ഒരു അബ്നോർമൽ അല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ രാധികയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സീനിൽ പിന്നെ അത് കുറേ നാൾ ആ ഒരു മൈൻഡൊക്കെ മാറി പിന്നെ നോർമലി ഒരു ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെയാണ് തരുണിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതും തരുണിനെ വിവാഹം കഴിച്ച് ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം അവർ തുടർന്ന് പോകുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് തരുണും രാധികയും കൂടെ ഒരു ഷോപ്പിംഗ് മാളിൽ വരുന്നുണ്ട്. ഈ ഷോപ്പിംഗ് മാളിൽ എത്തുന്ന രാധികയെ അതായത് രാധികയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് 1 മാസം പ്രായമുള്ള 2 മാസം പ്രായമുള്ള കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ തരുണിന് മോളെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് മോൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ എവിടെ തരുണും ഫാമിലിയും പോയിരുന്നാലും എസ്കോർട്ടായിട്ട് പോലീസ് ഉണ്ടാകും. അത് രാധികയ്ക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഈ ഷോപ്പിംഗ് മാളിലാണെങ്കിലും ഇവർ പോകുമ്പോൾ ഇങ്ങനെ ഒരു പോലീസുകാർ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതുകൊണ്ട് രാധിക പറഞ്ഞു, നമുക്കൊരു ഫ്രീഡം ഇല്ല തരുൺ, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടോ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അവസാനം തരുൺ ചെന്നിട്ട് ഒരു ടോയ് കടയിൽ ചെന്നിട്ട് ആ മാളിൽ നിന്ന് ഒരു കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറഞ്ഞു, തരുണിന് മോളല്ലേ ഇഷ്ടം, മോള് കളിക്കുന്ന ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പാവക്കുട്ടീനെയൊക്കെ എടുക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു ആ ഡൽഹിയിൽ തന്നെയുള്ള ഒരു ക്രിമിനൽ, ഒരു ഗുണ്ടേനെ ആ ഷോപ്പിംഗ് മാളിൽ കയറുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് തരുൺ അത് കാണുന്നുണ്ട് അയാളെ. അപ്പം രാധികയെ കാണിക്കാണ്ട് അയാളെ പിടികൂടാനും അയാളെ കൊല്ലാനായിട്ട് നമ്മുടെ തരുൺ പോവാൻ കേട്ടോ. അപ്പം തരുൺ ആ റിസപ്ഷനിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ വൈഫാണ്, അവളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ഇവിടെ ഈ ഷോപ്പിംഗ് മാളിൽ ഷട്ടർ ഇടുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ അകത്ത് നിർത്തിയിട്ട് അവിടെ ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു സീൻ വരെയാണ്, വേറൊന്നുമല്ല, ആ ഒരു ക്രിമിനലിനെ തരുൺ സാഹസികമായിട്ട് പിടിച്ച് അയാളെ കൊല്ലുന്ന ഒരു സീനാണ്, ബ്ലഡിലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സീനാണ്. അപ്പോൾ തരുൺ അവിടെ എന്താ ചെയ്യുന്നത് എന്നറിയാനായിട്ട് രാധിക ആ ഒരു സീൻ കാണുകയാണ്. അതോടുകൂടി രാധികയ്ക്ക് തൻ്റെ പഴയ കാല ആ ഒരു മൈൻഡ് കയറി വരെയാണ്. അതായത് ഈ പേടിപ്പിക്കുന്ന തീ കത്തുന്നതും അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരു പണ്ടുണ്ടായിരുന്ന ആ ഒരു വല്ലാത്ത ഒരു മൈൻഡ് രാധികയുടെ ഉള്ളിൽ കയറി വന്ന് രാധിക അവിടെ തലയിറങ്ങി വീഴുകയാണ്. ആ വീഴുന്ന ടൈമിൽ 7-8 മാസം ഗർഭിണിയായിരുന്നല്ലോ, അപ്പോൾ വയറ് ഇടിച്ച് വീഴുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ബ്ലീഡിങ് പോലെ ഉണ്ടായി. രാധികേനെ പെട്ടെന്ന് തന്നെ തരുൺ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ശ്രേയയും നമ്മുടെ വേദയും കൂടെ ചേർന്നിട്ട് അവിടെ കുറച്ച് പുറത്ത് നടക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. വേദയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്ത് പോകാം, ഒരു മൈൻഡൊക്കെ ഒന്ന് എനിക്ക് ഇതാവട്ടെ എന്ന്, ഫ്രീ ആവട്ടെ എന്ന് കരുതി കൊണ്ടുപോയതാണ് ശ്രേയ. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ ഇപ്പോഴേ റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരതിൻ്റെ തൊട്ട് പുറകെയാണ് ഇരുന്നത്. അപ്പോൾ അവർ ആ കുട്ടികളെയൊക്കെ നോക്കുന്നുണ്ട്, വേറെയും കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ കുട്ടികൾ റീൽസ് എടുത്തിട്ട് ആ എടുക്കുന്ന റീൽസ് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നുണ്ട് കേട്ടോ, വൈറലായിട്ട് വരികയാണ്. പക്ഷേ ഇതൊന്നും വേദയോ അല്ലെങ്കിൽ ശ്രേയോ അറിയുന്നില്ല. അവരിങ്ങനെ ആ വീഡിയോയ്ക്കുള്ളിൽ എടുക്കുന്ന ആ റീൽസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ, അവരുടെ മുഖവും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ വിധി എന്ന് പറയട്ടെ, ആ ഒരു റീൽസ് ഭയങ്കരമായിട്ട് ഹിറ്റാവുകയാണ്. അങ്ങനെ ഈ ഒരു റീൽസ് നമ്മുടെ ദർശൻ കാണുകയാണ്. കാരണം ദർശനും നമ്മുടെ ശ്രീകാന്തും ഇപ്പോൾ ഒരു കൈയാണ്. കാരണം വേറൊന്നുമല്ല, ദർശൻ്റെ അച്ഛൻ മരണപ്പെട്ടതിനാണ് വിക്രം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ വിക്രമല്ല കൊലയാളി എന്നുള്ളത് ദർശൻ അറിയില്ല. പക്ഷേ ശ്രീകാന്ത് അത് വിക്രമാണ് എന്നുള്ളത് ദർശനെ പറഞ്ഞ് മനസ്സിലാക്കി വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ദർശന് വേദയോടും വിക്രമിനോടും അടങ്ങാനാവാത്ത ഒരു പകയാണ് കേട്ടോ. ഇപ്പോൾ പണ്ട് അങ്ങനെയല്ലായിരുന്നു, ദർശൻ എന്ത് കേസിനും വേദയോടൊപ്പം നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഒരു റീൽസ് നമ്മുടെ ദർശൻ കാണാനിടയാവുകയാണ്. അങ്ങനെ അത് കണ്ട് ദർശൻ അത് നേരെ ശ്രീകാന്തിന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് അന്വേഷിച്ച് നടന്ന തൻ്റെ പെങ്ങളായ വേദയെ ഡൽഹിയിലുണ്ട് എന്നുള്ള വിവരം ഈ ഒരു റീൽസിൽ കൂടെ ശ്രീകാന്ത് അറിയാണ്. പിന്നെ ഒരു നിമിഷം നിൽക്കുമോ ശ്രീകാന്ത്, വേദയെ കണ്ടെത്തുകയാണ്. വേദയെ കൊന്നിട്ടാണെങ്കിലും ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് ശങ്കരനാരായണൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് ശ്രീകാന്ത് വേദയെ തിരക്കി യാത്ര തുടങ്ങുന്നത് കേട്ടോ. ഇതേ സമയം നമ്മുടെ കമലയ്ക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് കമല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാഷും കമലേനെ മാസത്തിൽ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എങ്കിലും കമല അതായത് ഒരു അവസാന ഘട്ട രീതിയിലായി പോകുന്നത്. അപ്പോൾ കമലയ്ക്കറിയാം തൻ്റെ മരണം അടുത്തു എന്നുള്ള കാര്യം കമലയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അന്നേ ദിവസം രാത്രി കമല മാഷുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ മോന് ഇങ്ങനെ ഒരു വിധി ദൈവം എന്താ വെച്ചേക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ വിക്രമിനെ കൊണ്ട് തന്നെ എൻ്റെ ചിത തീ വെപ്പിക്കണം മാഷ്, അത് മറന്നു പോകരുത്. നീ എന്തിനാ കമലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത്, നിനക്ക് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ മാഷും സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം മാഷിനെ ഒറ്റയ്ക്കാക്കി പോകുന്നതല്ല, പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ എൻ്റെ ജീവിതം ഇനി എത്ര നാൾ എന്നുള്ളത് എനിക്കൊരു കണക്ക് കൂട്ടൽ എൻ്റെ മനസ്സിലിപ്പോൾ തോന്നി തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആ ചിതയിൽ നിന്നെടുക്കുന്ന ഭസ്മം സൂക്ഷിച്ച് വെക്കണം. എൻ്റെ വേദമോളും കൂടെ വന്ന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വേണം ആ ഒരു ചിതാഭസ്മം പുഴയിൽ എന്നുള്ളതും കമല പറയണം. അത് കമലയുടെ ഒരു അവസാന ഒരു ആഗ്രഹം പോലെയാണ് മാഷിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെക്കപ്പിന് പോകുന്ന സമയത്തും വിക്രമിന് ജയിലിൽ പോയി കാണാനായിട്ട് പ്രത്യേക പെർമിഷൻ ശങ്കരനാരായണനെ വിളിച്ചൊക്കെ നമ്മുടെ മാഷ് എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ശങ്കരനാരായണൻ ജഡ്ജ് ആ ഒരു പദവി മാറ്റി വക്കീലായിട്ട് നിന്ന് വിക്രമിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാദിക്കുകയാണ്. പക്ഷേ ആ കേസ് തോറ്റു പോവാണ്. അങ്ങനെ വിക്രമിൻ്റെ ആ ഒരു വിധി, വേദ എവിടെയാണെങ്കിലും ആ ഒരു കേസിൻ്റെ വിധിക്കായിട്ട് വേദ കാത്തിരിക്കും
ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ വേദയെ തളർത്തിക്കൊണ്ട് ആ ഒരു വിധി വരെയാണ്. അതായത് വിക്രമിൻ്റെ കേസ് ശങ്കരനാരായണന് ജയിക്കാൻ പറ്റുന്നില്ല, വിക്രമിന് ശിക്ഷ വിധിക്കുകയാണ്. കാരണം തെളിവുകളെല്ലാം ശ്രീകാന്തും ദർശനും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ രീതിയിൽ വിക്രമിനെതിരെ സെറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് തെളിവുകളിൽ അടിസ്ഥാനത്തിലാണല്ലോ ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് നമ്മുടെ വിക്രമിന് ശിക്ഷ വിധിച്ച് ജയിലിലോട്ട് പോകുന്ന സീന് വേദ അവിടെ ഡൽഹിയിലിരുന്ന് വേദ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ കമല നമ്മുടെ വിക്രമിനെ ജയിലിൽ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കരുത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അത് തങ്ങി നിൽക്കും, എനിക്ക് പിന്നെ ഉള്ള നാളുകൾ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ജയിലിലാണെങ്കിലും വിക്രമിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് ആ വിക്രമിൻ്റെ കൂടെ തന്നെ ജയിലിലുള്ള ഒരു ആളുണ്ട്. അതുകൂടാണ്ട് പിന്നെ അവിടെ ഉള്ളൊരു പോലീസുകാരനൊക്കെ ആണെങ്കിലും വിക്രമ തെറ്റുകാരനല്ല, നിരപരാധിയാണ് എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. നാളുകൾ പലതും കടന്നു പോകുന്നുണ്ട്. വേദ പ്രസവിക്കാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ വേദ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ വരികയും അവിടെ അഡ്മിറ്റ് ആവാനായിട്ട് ശ്രേയയോടൊപ്പം വരുന്നുണ്ട്. അപ്പം ആ ഒരു വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാധികയും തരുണിൻ്റെ അമ്മയും ഒക്കെ നമ്മുടെ വേദ പരിചയപ്പെടാനൊക്കെ ഇടയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരെടുക്കുന്ന അഡ്മിറ്റ് ആവുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് ട്വിൻസ് റൂമാണ്. അതായത് ജസ്റ്റ് ഒരു റൂം തന്നെ 2 പേർക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഒരു ബെഡിൽ നമ്മുടെ വേദയും മറ്റേ ബെഡിൽ നമ്മുടെ രാധികയുടെ അമ്മയും ഒക്കെ ആയിട്ടാണുള്ളത്. അങ്ങനെ രാധികയുടെ അമ്മയായിട്ട് നമ്മുടെ വേദ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ വേദ അന്നേരം അവരുടെ അടുത്ത് പോലും, അല്ലെങ്കിൽ ആ നേഴ്സായ അവിടെയുള്ള ഒരു നേഴ്സ് മലയാളിയുണ്ട്, അരുണയുടെ അടുത്താണെങ്കിലും ഹസ്ബൻഡ് ഇങ്ങനെ ഗൾഫിലാണെന്നും വീട്ടുകാരുമായിട്ട് അത്ര ഇതില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ നമ്മുടെ തരുണിൻ്റെ അമ്മ എന്തോ ആവശ്യത്തിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ റിസപ്ഷനിലോ മറ്റോ പോകുമ്പോൾ കുറേ ഗുണ്ടകൾ വന്നിട്ട് തൻ്റെ അമ്മയുടെ അടുത്ത് ഈ മൊബൈലിൽ വേദയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മലയാളി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തരുണിൻ്റെ അമ്മ ഒരു DYSPയുടെ വൈഫ് ആയതുകൊണ്ട് എന്തോ ഒരു പന്തികേട് അതിൽ തോന്നി. കാരണം ആ വന്നവർ ഒരു ഗുണ്ടകളെ പോലെ തോന്നിയതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ തിരക്കുന്നത്, എന്തിനാണ് നിങ്ങൾ വന്നതെന്നൊക്കെ ചോദിച്ച് തരുണിൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ വരുമ്പോഴേക്ക് ഇവർ ഈ ഗുണ്ടകൾ ഓടിപ്പോവുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വേദ ഉണ്ട് എന്നുള്ളത്. ശ്രീകാന്ത് പറഞ്ഞയച്ചിട്ട് വന്ന ഗുണ്ടകളാണത്. അങ്ങനെ പിന്നീട് നമ്മുടെ തരുണിൻ്റെ അമ്മ വേദയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മോള് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അരുണ എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ അടുത്തും അതുപോലെ തരുണിൻ്റെ അമ്മയുടെ അടുത്തും വേദ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും തൻ്റെ ഹസ്ബൻഡ് ജയിലിലാണെന്നും തൻ്റെ സ്വന്തം സഹോദരൻ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദയുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന് അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ തരുണിൻ്റെ അമ്മ അവരുടെ ഒരു മൈൻഡിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വകുപ്പിൽ അറിയാമല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നാണല്ലോ. അങ്ങനെ വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് മോളുടെ പേര് ഇവിടുത്തെ രജിസ്റ്ററിൽ വേദ എന്നുള്ളത് മാറ്റി വേറൊരു പേരാക്കണം. അപ്പോൾ അതിന് ഈ സിസ്റ്റർ അരുണയുടെ സഹായത്തോടു കൂടി ഡോക്ടർ ഹെൽപ്പോടുകൂടെ തന്നെ ഇനിയിപ്പോൾ വേദയുടെ നെയിമൊക്കെ മാറ്റിയാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ അത് കണ്ടുപിടിക്കുകയും അത് പിന്നെ വേദയ്ക്കും കുഞ്ഞിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ വിക്രമാണെങ്കിലും തൻ്റെ വേദ എവിടെയോ ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതറിയാം. ഞാൻ എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു അന്ന് എൻ്റെ വേദ എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് വിക്രമിനെ ഓരോ നിമിഷവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പ്രതീക്ഷകളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവട്ടെ. നമ്മുടെ വിക്രമിൻ്റെ കേസ് സത്യാവസ്ഥ തെളിഞ്ഞു വരട്ടെ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്ന പവിത്രത്തിൻ്റെ ഏകദേശം ഒരു പ്രൊമോ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഇൻട്രോ പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് സീസൺ 2ൻ്റെ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഉച്ചയ്ക്ക് 2:30 നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം രാത്രി 9:30 ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളാണ് ഇടുന്നത് കേട്ടോ. ഇന്ന് കാറ്റത്തെ കിളിക്കൂടും നാളത്തെ വിശേഷം ഇടും, ഇവർ വിവാഹിതരാകുന്നത് നാളത്തെയാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഫുൾ സപ്പോർട്ട് എൻ്റെ മുത്തുമണീസിൻ്റെയൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.